എനിക്ക് വന്ന കോൾസിൽ മെജോറിറ്റി ഓഫ് കോൾസ് അവരുടെ നഷ്ടത്തെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു ആശ്വാസം ഇതിനെന്താ വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പലർക്കും അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പോലും ഒരാളില്ലാതെയിരിക്കണു. ഇപ്പോൾ എനിക്ക് മാർക്കറ്റിൽ ഇന്ന് ഒരു ഇത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് ഞാൻ ഇത്ര നഷ്ടത്തിലാണെന്ന് എൻ്റെ കൂടപ്പുറപ്പിനോടോ എൻ്റെ ഉറ്റ സുഹൃത്തിനോടോ ഭാര്യനോടോ പറയാൻ പറ്റാത്ത രീതിയിൽ വരെ ആളുകൾ പ്രശ്നത്തിലായിട്ടുണ്ട്. മെൻ്റലി സിക്കായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ എനിക്കറിയാം, ആത്മഹത്യ ചെയ്ത ആളെ എനിക്കറിയാം. ട്രേഡിലൂടെ കാലാകാലം സമ്പാദിച്ച പൈസ നഷ്ടപ്പെടുത്തി ആളുകളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഫാമിലിനെ ഫേസ് ചെയ്യാനുള്ള, അവർ പുറത്തുനിന്ന് ഫണ്ട് എടുത്തിട്ടൊന്നുമല്ല, ഫാമിലിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്ത ആളുകളെ എനിക്കറിയാം. ഫസ്റ്റ് എടുക്കുന്ന 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ 500 രൂപ പ്രോഫിറ്റിലായിരിക്കും ഒരു മാസം റൺ ചെയ്യുക. അടുത്ത മാസം എന്ത് ചെയ്ത് 200 ക്വാണ്ടിറ്റി ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 300, പിന്നിട്ട് മാസം 300 ആക്കാൻ ശ്രമിക്കുക, പിന്നെ 500 ആക്കാൻ ശ്രമിക്കുക. ഇതങ്ങനെ ഗ്രാജുവലി ഒരു 6 മന്ത് ലെവലിൽ വർക്കൗട്ട് ചെയ്താൽ ഒരു ദിവസം ഒരു ട്രേഡിൽ ഒരു 2000 to 10,000 രൂപ, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1000 to 5000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓഫ് ബിസിനസ് ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെബിയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം 90% ട്രേഡ് ചെയ്യുന്നവരും നഷ്ടത്തിലാണെന്നൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കോവിഡിന് ശേഷം നിരവധി പേര് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കുകളെ എങ്ങനെയാണ് നിഹാൽ ഭായ് നോക്കിക്കാണുന്നത്? 90% നഷ്ടം എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. സെബി റിവീൽ ചെയ്ത കാര്യമാണ്. ഇപ്പോൾ സറോദ ആണെങ്കിലും മറ്റു കമ്പനീസ് ആണെങ്കിലും ഒക്കെ അവരുടെ റിപ്പോർട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഓൾറെഡി അതൊരു ജെന്യൂൻ കണക്കായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. മേജറായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് 90% ആളുകൾ അല്ലെങ്കിൽ ഒരു സെയിം ആളുകൾ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ കുറച്ച് ആളുകൾ ട്രേഡ് കണ്ടിന്യൂസ് ലോസ് വന്നിട്ട് നിർത്തി പോകുന്നവരുണ്ട്. ഓക്കെ, പകരം പുതിയ ആളുകൾ വരുന്നുണ്ട്. വരുന്ന ആളുകൾ നഷ്ടത്തിലാവുന്നു, അവർ നിർത്തി പോകുന്നു, പലരും നിർത്തി പോകുന്നു. ചിലർ ഇതെങ്ങനെയെങ്കിലും പിടിച്ചടക്കും എന്നുള്ള ലെവലിൽ വീണ്ടും 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 പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ ഇത് ഈ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം എൻ്റെ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഒരു നഷ്ടം വരുത്തുമ്പോൾ എനിക്ക് ഇത്ര നഷ്ടം വരുത്താൻ പാടുള്ളൂ എന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ എൻ്റെ 2 അക്കൗണ്ട്സ്, ഒന്നിൽ 3 lakh അല്ലെങ്കിൽ പറഞ്ഞ 30,000. ഇതിൽ ഏത് നഷ്ടം വരുത്തണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. സോ അത് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ അനുസരിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിക്കും ഈ പറയുന്ന പോലെ നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്ത് നിൽക്കാൻ സാധിക്കും? സർവൈവ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പ്രീവിയസ് സ്റ്റോക്കിന് ശേഷം എനിക്ക് ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ കോൾസിൽ മെജോറിറ്റി എന്നല്ല, എനിക്ക് വന്ന കോളുകളിൽ 99% ആളുകളും 1% ആളുകൾ കണ്ടു നന്നായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിക്കുന്നവരാണ്. ബാക്കി 99% ആളുകളും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചതാണ്. ഞാനിതിൽ അത്ര എക്സ്പേർട്ട് ആളൊന്നുമല്ല, ഞാൻ അത്ര വലിയ കാര്യങ്ങൾ മാർക്കറ്റിനോ സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളൊന്നുമല്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ പൈസ കൊണ്ട് ട്രേഡ് ചെയ്യുന്നു, 10 രൂപ ഞാൻ സമ്പാദിക്കുന്നു, ഞാനതെൻ്റെ ഫാമിലിക്കോ എൻ്റെ മറ്റ് ബിസിനസ്സുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്ന ആളാണ്. ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിൽ മാത്രമാണ് ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് കോൾസ് വന്നതും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതും. സോ എനിക്ക് വന്ന കോൾസിൽ മെജോറിറ്റി ഓഫ് കോൾസ് അവരുടെ നഷ്ടത്തെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു ആശ്വാസം ഇതിനെന്താ വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പലർക്കും അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പോലും ഒരാളില്ലാതെയിരിക്കണു. ഇപ്പോൾ എനിക്ക് മാർക്കറ്റിൽ ഇന്ന് ഒരു ഇത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് ഞാൻ ഇത്ര നഷ്ടത്തിലാണെന്ന് എൻ്റെ കൂടപ്പുറപ്പിനോടോ എൻ്റെ ഉറ്റ സുഹൃത്തിനോടോ ഭാര്യനോടോ പറയാൻ പറ്റാത്ത രീതിയിൽ വരെ ആളുകൾ പ്രശ്നത്തിലായിട്ടുണ്ട് ഈ ഒരു മേഖല കാരണം. അങ്ങനെയുള്ള ആളുകൾ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. പറ്റുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കും. പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയ മീൻസ് അഡ്വൈസ് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻഫർമേഷൻസ് ഞാൻ പഠിച്ച മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആളുകളുടെ സോഷ്യൽ കോണ്ടാക്റ്റ് വളരെയധികം നശിച്ചു പോയി. പല ആളുകൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന, മെൻ്റലി സിക്കായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ എനിക്കറിയാം, ആത്മഹത്യ ചെയ്ത ആളെ എനിക്കറിയാം. ട്രേഡിലൂടെ കാലാകാലം സമ്പാദിച്ച പൈസ നഷ്ടപ്പെടുത്തി ആളുകളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഫാമിലിനെ ഫേസ് ചെയ്യാനുള്ള, അവർ പുറത്തുനിന്ന് ഫണ്ട് എടുത്തിട്ടൊന്നുമല്ല, ഫാമിലിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്ത ആളുകളെ എനിക്കറിയാം.
സോ ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട്, കാരണം മാർക്കറ്റ് ഒരിക്കലും നമ്മുടെ മറ്റെന്താ പറയുക, നമ്മളെ ത്രട്ടൺ ചെയ്തിട്ടല്ല പൈസ എടുക്കുന്നത്. അതെ അതെ അതെ. ഇത് നമ്മളെ മോഹിപ്പിക്കുകയാണ്. നമ്മളെ നല്ല രീതിയിൽ മാർക്കറ്റ് മോഹിപ്പിക്കും. അതിനുള്ളൊരു കഴിവ് മാർക്കറ്റിനുണ്ട്. നമ്മളും ഈ പറഞ്ഞ പോലെ സ്വപ്നം കാണണം, നമ്മൾ മോഹിക്കണം. പക്ഷേ നമ്മൾ എത്ര മാർക്കറ്റിന് കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ വേണം. ഓക്കെ, ഇപ്പോൾ സർവൈവ് ചെയ്യുന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്, ഞാൻ എൻ്റെ ഈ പറഞ്ഞ കോഴ്സിൽ പറഞ്ഞ ആളുകൾ, എൻ്റെ നാട്ടിലുള്ള ആളുകൾ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിഫ്റ്റിയിൽ ഓപ്ഷൻ ട്രേഡിൽ ഒരു 5 പോയിൻ്റ് വെറും സ്ട്രിക്റ്റായിട്ട് പറയണം, ആരെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. 5 പോയിൻ്റ് നിഫ്റ്റിയിൽ സ്ട്രിക്റ്റായിട്ട് ഒരു 5,000 അല്ലെങ്കിൽ 10,000 റുപ്പീസ് മാത്രം പൈസ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് 5 പോയിൻ്റ് ഒരു മാസം എടുത്ത് കാണിക്കുക. ഓക്കെ, അത് കൺസോൾട്ടേഷൻ സമയത്ത് എടുക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. 5 പോയിൻ്റ് അത് ഒരു 2-3 മാസമെങ്കിലും മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളെ കൊണ്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹെവി മൂവ്മെൻ്റ് ഉള്ള സമയത്ത് വെക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് പ്രോപ്പർ മൂവ്മെൻറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് മാത്രം ചെയ്യാവുന്നൊരു ട്രേഡാണ്. മാർക്കറ്റിനെ കുറിച്ച് പ്രോപ്പറുള്ള സ്റ്റഡി വേണ്ട, ഒരുപാട് റിസർച്ചിക്ക് പോകണ്ട, ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അത്ര അവെയർ ആവണ്ട, ഒരു സാമാന്യ ബോധം ഉണ്ടായിരിക്കണം. എത്ര ആയാലും നമ്മളൊരു റിട്ടേൺ തരുന്നൊരു ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ഒരു സാമാന്യ ബോധം ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള മാർക്കറ്റ് ഓപ്ഷൻ ഉള്ളൊരു സമയത്ത് ഈ ഒരു 5 പോയിൻ്റ് ടാർഗറ്റ് ചെയ്തിട്ട് ഒരു മാസം സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, ബിഗിനേഴ്സ് ആയിക്കോട്ടെ, പ്രശ്നത്തിലുള്ള ആളുകളായിക്കോട്ടെ, 5 പോയിൻ്റ് സർവൈവ് ചെയ്യാൻ നമ്മൾ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി എടുത്താൽ നമുക്കൊരു 250 അല്ലെങ്കിൽ 500 രൂപ വെച്ച് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. 250 രൂപ വെച്ച് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 180 അറൗണ്ട് 200 നമുക്ക് കൈ കിട്ടും. സോ ഇത് ഒരു മാസം സർവൈവ് ചെയ്യുക, അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതെന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി പതുക്കെ കൂട്ടുക. ഫസ്റ്റ് എടുക്കുന്ന 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ 500 രൂപ പ്രോഫിറ്റിലായിരിക്കും ഒരു മാസം റൺ ചെയ്യുക. അടുത്ത മാസം എന്ത് ചെയ്ത് 200 ക്വാണ്ടിറ്റി ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 300, പിന്നെ അടുത്ത മാസം 300 ആക്കാൻ ശ്രമിക്കുക, പിന്നെ 500 ആക്കാൻ ശ്രമിക്കുക. ഇതങ്ങനെ ഗ്രാജുവലി ഒരു 6 മന്ത് ലെവലിൽ വർക്കൗട്ട് ചെയ്താൽ ഒരു ദിവസം ഒരു ട്രേഡിൽ ഒരു 2,000 to 10,000 രൂപ, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1,000 to 5,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓഫ് ബിസിനസ് ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഒരു സക്സസ്ഫുൾ ട്രേഡർക്ക് വേണ്ട ക്വാളിറ്റി എന്താണ് ശരിക്കും? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് ഏറ്റവും വലുത് ആർത്തി ഇല്ലാതിരിക്കുക, 2 വിൽ പവർ വേണം. വിൽ പവർ ഇതിന് മാത്രമല്ല, എല്ലാത്തിനും വേണം. നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, നല്ലൊരു ജോലി പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെ വേണ്ടുള്ളൂ ഒരു സക്സസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൈസ വേണം. അത് നമ്മളെത്ര സമ്പാദിക്കുന്നതനുസരിച്ചുള്ള പൈസയാണ് വേണ്ടത്. നമ്മളത് കോടികൾ വേണമെന്നല്ല പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു 5 പോയിൻ്റ് ടാർഗറ്റ് ചെയ്തുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഗ്രാജുവലി അപ്സ്കെയിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രൊജക്റ്റാണ്. സോ അത് ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ മതി. സോ ക്ഷമ വേണം, വിൽ പവർ വേണം, പൈസ വേണം. ഇത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ട്രേഡ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരോട്, അതുപോലെ തന്നെ ബിഗിനേഴ്സിനോട് എന്താണ് നിഖാലിന് പറയാനുള്ളത്? നോക്കൂ, നിങ്ങളുടെ പൈസയാണ്. ഇപ്പോൾ ഒരു വ്യക്തി മാർക്കറ്റിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കുക, ഇതൊക്കെ നിങ്ങളുടെ പൈസയാണ്. ഇത് എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, ആ വ്യക്തിയുടെ ഇഷ്ടമാണ്. സോ അത് നല്ല രീതിയിൽ നമ്മളെ ഫാമിലിനെയോ മറ്റു ഫ്രണ്ട്ഷിപ്പിനെയോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, എൻഡ് ഓഫ് ദി ഡേ ഇതൊന്നും അല്ല, ഇതിൻ്റെ മറ്റു ചിലതായിരുന്നു നമ്മുടെ അസറ്റ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വരും. അത് ഒരു സത്യമാണ്. ഇനി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ ലക്ഷറി ലൈഫോ കാര്യങ്ങളോ അതൊക്കെയാണ് നിങ്ങളതിൽ ഭ്രമിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. മറ്റേ റോം നെവർ ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞ പോലെ ഇത് ഒറ്റ ദിവസം കൊണ്ട് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്നൊരു പരിപാടിയല്ല. അപ്പോൾ ഈ ഒരു സെഷൻ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്നവർക്കും കൂടുതൽ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ സെഷനുമായിട്ട് നമ്മൾ നിഖാൽ ഭായി ആയിട്ട് ഇനിയും എത്തുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. താങ്ക് യു.